ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അർച്ചന എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ എന്നെ തിരിച്ചുപിടിക്കാൻ സാധിക്കുമായിരുന്നു. എന്തായാലും കേസിന്റെ അടുത്ത ഹിയറിംഗിന് ഞാൻ ഹാജരാവും. എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാന്നേ. ആ, വക്കീലിന്റെ ഫാമിലിയൊക്കെ അതെ, സംസാരിച്ചു നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഞാനെന്ന് ഇറങ്ങട്ടെ. ആ, മോൾ ഒറ്റയ്ക്ക് പോണ്ട, സച്ചി കൊണ്ടുവിടും. ആ, എനിക്കൊരു ഓട്ടോ ഉണ്ട്. വക്കീലിനെ വിട്ടിട്ട് ഞാൻ ആ വഴി പോയിക്കോളാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. അനഘി, സ്നേഹി, പോയിട്ട് വരാം. മോക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരണം. ഇത് മോളുടെ കൂടെ വീടാന്ന് കരുതിയാ മതി. ശരി അമ്മേ, ഇറങ്ങട്ടെ. അവര് രണ്ടുപേരും നല്ല ജോഡിയാ, അല്ല ആന്റി? ശരിയാ, എനിക്കും അത് തോന്നി. നിങ്ങളുടെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. പക്ഷെ സച്ചിക്ക് അവന്റെ അർച്ചനയെ മറക്കാൻ കഴിയില്ല. അവൻ തേടുന്ന ആളുകൾക്കിടയിൽ നിന്ന് എന്നെങ്കിലും ഒരു ദിവസം എന്റെ മോൾ അച്ഛൻ അവന്റെ മുന്നിലേക്ക് വരും. അവന്റെ കാത്തിരിപ്പിന് ഫലം ഉണ്ടാവും. അവര് വീണ്ടും ഒരുമിക്കും. എന്റെ മോൾ എനിക്ക് തിരിച്ചു കിട്ടും. ഈ യാത്ര വേണോ? അർച്ചനയുടെ മുമ്പിലേക്ക് ഇപ്പോ ചെല്ലുന്നത് വലിയ റിസ്ക് അല്ലേ? റിസ്ക് ആണ്, അല്ലെന്നാര് പറഞ്ഞു? പക്ഷേ റിസ്ക് എടുക്കാത്ത ആരെങ്കിലും ജീവിതത്തെ വിജയിച്ചിട്ടുണ്ടോ മൂർത്തി? അർച്ചനയ്ക്ക് കഴിഞ്ഞൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞ കാര്യം സത്യമാണോന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്കങ്ങനെ തോന്നുന്നില്ല. സംസാരത്തിൽ നിന്നും അവക്കൊന്നും ഓർമ്മയില്ലെന്ന് തന്നെയാ എനിക്ക് മനസ്സിലായത്. ഇനി അങ്ങനെ അല്ലാന്ന് തന്നെ ഇരിക്കട്ടെ. പഴയതൊന്നും ഓർമ്മയില്ലാന്ന് അഭിനയിച്ച് മറ്റൊരുത്തന്റെ കൂടെ ജീവിതം ആസ്വദിച്ച് താമസിക്കുകയാണെങ്കിൽ അവൾ എന്നെ പേടിക്കണം. ഇനി അതൊന്നുമല്ല, അവൾക്ക് യഥാർത്ഥത്തിൽ ഓർമ്മയൊന്നും ഇല്ലാന്നാണ് സത്യമെങ്കിൽ അതിന് പിന്നിലെ കാരണം എനിക്കറിയണം. അല്ല, വെറുതെ അതിന്റെ പിന്നാലെ പോയിട്ട് ഇനി അതൊരു പ്രശ്നമായിട്ട് മാറണോ? ഒരു വാളിന്റെ ഭീഷണി തലയ്ക്കു മുകളിലുണ്ടെങ്കിൽ അത് മാറ്റിക്കളയുന്നത് വരെ എനിക്കൊരു സമാധാനം ഇല്ല മൂർത്തി. എന്നാലും അർച്ചന കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെ ഗോകുൽ സാറിന്റെ ഭാര്യയായി ആ വീട്ടിലെത്തി? അത് തന്നെ എനിക്കും അറിയേണ്ടത്. ഗോകുലും കുടുംബവും ഇവിടേക്ക് സ്ഥലം മാറി വന്നിട്ട് അധികം ആയിട്ടില്ല. അത് അർച്ചന ഒരു മുൻ തീരുമാനത്തോടെ വന്നതാണോ അല്ലയോ എന്നാണ് എനിക്കും അറിയേണ്ടത്. പക്ഷെ ആ സച്ചി, അയാൾക്ക് ഗോകുലിനെ അറിയാമല്ലോ, പിന്നെങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മാഡം. അതാണ് അറിയേണ്ടത്. സച്ചി അവളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഗോകുലിന് സച്ചി അറിയുകയും ചെയ്യാം. എന്നിട്ടും സച്ചിക്ക് അറിയില്ല അർച്ചന ഗോകുലിന്റെ കൂടെയാണെന്ന്. പ്ലാൻഡ് ആയ ഒരു രഹസ്യമാണോ അതെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്നെ നേരിടാനുള്ള വരവ് തന്നെയാ. മൂർത്തി, ഒരു കാര്യം ചെയ്. പോകുന്ന വഴിക്കുള്ള ആ പൂക്കടയിൽ വിളിച്ച് മനോഹരമായ പൂക്കൾ കൊണ്ടുള്ള ഒരു ബൊക്കെ ഉണ്ടാക്കാൻ പറയണം. പോകുന്ന വഴിക്ക് ഞാൻ വാങ്ങിക്കോളാം. ഒരുപാട് നാൾ കൂടി ഞാനും എന്റെ ശത്രുവും തമ്മിൽ നേർക്കുനേർ കാണുന്നതല്ലേ. എന്റെ വക അവൾക്കൊരു സമ്മാനം കൊണ്ട് വേണ്ടേ പോവാൻ? മോൾ ഇത്രയും പെട്ടെന്ന് റെഡിയായോ? മൂർത്തി, ബൊക്കയുടെ കാര്യം മറക്കണ്ട. ശരി മാഡം. ഓക്കേ അങ്കിൾ, ടാറ്റാ. ബൈ. ബാ. ഹലോ, ഈ പ്രഭാകർ സിദ്ധയോഗി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അന്ന് പറഞ്ഞില്ലേ ആ ആശ്രമത്തിലെ? ആ, ഉണ്ട്. ജീവിതത്തിൽ ഇപ്പോഴും ഒരു ക്രൈസിസ് വരുമ്പോ ഞാൻ ഓടിച്ചെല്ലുന്നത് അങ്ങോട്ടാ.
ഒരു 2 ദിവസം ആശ്രമത്തിൽ താമസിക്കും. അപ്പൊ മനസ്സൊന്ന് ശാന്തമാവും. അത് വെറും ഒരു ആശ്രമം മാത്രമല്ല സച്ചി. പിന്നെ ആശ്രമത്തോട് ചേർന്ന് ഒരു ആയുർവേദ ഹോസ്പിറ്റലും ഉണ്ട്. അച്ഛൻ അവിടെയായിരുന്നു പണ്ട് ജോലി. അതിനടുത്ത മലമുകളില് ഒരു മല്ലീശ്വര ക്ഷേത്രമുണ്ട്. ആശ്രമത്തിൽ ട്രീറ്റ്മെന്റിന് വരുന്നവര് അവിടെ പോയി തൊഴുന്നതോടുകൂടിയാ ട്രീറ്റ്മെന്റ് അവസാനിക്കുന്നത്. ശിവനും പാർവതിയും ഒരുമിച്ചിരിക്കുന്ന സ്ഥലം അത്. എന്റെ ലൈഫ് തുടങ്ങിയത് ആ ആശ്രമത്തിൽ നിന്ന്. ജീവിതം ഒറ്റപ്പെടുത്തിയ രണ്ടുപേർ. ഒരർത്ഥത്തിൽ നമ്മുടെ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ്, അല്ലേ? ഇതൊന്നും ആരോടും ഡിസ്കസ് ചെയ്യുന്നതെന്ന് എനിക്ക് ഇഷ്ടമല്ല. ഇതിപ്പോ സച്ചിൻ നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ ഇത്രയും പറഞ്ഞത്. പക്ഷേ എന്റെ കഥ പോലെ അല്ലല്ലോ സച്ചിയുടേത്. എന്റെ കഥയിൽ എന്താ വ്യത്യാസം? ഇത്രയും വലിയ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടിട്ടും ഇതുവരെ കേസൊന്നും കാര്യമായിട്ട് നടത്തിയിട്ട് പോലുമില്ല. കൃത്യമായിട്ട് കേസ് നടത്തിയിരുന്നെങ്കിൽ ഈ സ്വത്തൊക്കെ എന്നേ തിരിച്ചു കിട്ടുമായിരുന്നു. അതിനൊന്നും പറ്റിയ സാഹചര്യം അല്ലായിരുന്നു കടന്നുപോയതൊന്നും. കോടികളുടെ കണക്ക് മാത്രം പറഞ്ഞിരുന്നൊരു സ്ഥലത്ത് നിന്ന് പെട്ടെന്നെല്ലാം നഷ്ടപ്പെട്ട് വാടക വീട്ടിലേക്കും പിന്നെ ഈ ടാക്സി ഡ്രൈവറുടെ വേഷം, അങ്ങനെ അതിലേക്കൊക്കെ എടുത്തെറിയപ്പെട്ടപ്പോ എന്ത് ചെയ്യണമെന്ന് ഒരു രൂപം ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ഛന്റെ മരണം, അതോടെ സർവശക്തിയും പോയി. കേസിന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ പിന്നെ പറ്റിയില്ല. പിന്നെ ഇപ്പോഴാണല്ലോ സ്വന്തമായിട്ടൊരു വക്കീലിനെ കിട്ടിയത്. പക്ഷേ അർച്ചന എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ എന്നേ തിരിച്ചുപിടിക്കാൻ സാധിക്കുമായിരുന്നു. എന്തായാലും കേസിന്റെ അടുത്ത ഹിയറിംഗിന് ഞാൻ ഹാജരാവും. എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാന്നേ. ആ, വക്കീലിന്റെ ഫാമിലിയൊക്കെ? എനിക്ക് ഒരു വലിയ ഫാമിലി ഉണ്ട്. കുറച്ച് ദൂരെയാ. ഓ, ഒരു വക്കീല് കുടുംബത്തിലുണ്ടെങ്കിലേ വക്കീൽ ഫീസ് കൊടുക്കണ്ട. ആ, ദാ അവിടെ നിർത്തിയാ മതി. ഉം. ആ, അതാ ഇവിടെ. ദാ ഈ വഴി കയറിയ ഞാൻ താമസിക്കുന്ന സ്ഥലമായി. ഞാനെന്നാ അവിടെ വരെ കൊണ്ടുവിടാം. ഏയ് വേണ്ട, എനിക്ക് വേറൊരാളെ കാണാനുണ്ട്. ആ, ആരെ? അതൊക്കെ ഉണ്ട്. പോട്ടെ, ഉം. പിന്നെ കാണാം. അതെ, കേസിന്റെ കാര്യത്തിലേ ഇനി ടെൻഷൻ വേണ്ട കേട്ടോ. ഈ കേസ് ഞാൻ ഏറ്റു. ശരി. ഉം.